SFI സംസ്ഥാന സമ്മേളന വേദിയിൽ പ്രതിനിധികൾക്ക് ആവേശമായി പൂർവ്വകാല നേതാക്കൾ. പഴയ സമരചരിത്രത്തിന്റെ തീക്ഷ്ണതയും പുതിയ കാലത്തിന്റെ വെല്ലുവിളികളും പുതുതലമുറയെ ഓർമ്മപ്പെടുത്തിയാണ് നേതാക്കൾ മടങ്ങിയത്. ഈ ആത്മബന്ധവും അണമുറിയാത്ത സമരചരിത്രത്തിന്റെ തുടർച്ചയുമാണ് SFI എന്ന മൂന്നക്ഷരത്തിന്റെ കരുത്ത്. ഒരു കാലത്ത് SFIയെ നയിച്ചവർ ഇന്ന് പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ. അവർ പുതുതലമുറയിലെ പതാകവാഹകർക്കൊപ്പം അണിനിരന്നപ്പോൾ ഏവർക്കും ആവേശം. സമരചരിത്രത്തിന്റെ തീഷ്ണ അനുഭവങ്ങൾ പങ്കുവച്ച് പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ അവർ ഓർമ്മപ്പെടുത്തി. പൂർവ്വകാല നേതൃസംഗമം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. SFI രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള KSU ആണ് ഇപ്പോൾ ഉള്ളത് എന്ന് വിചാരിക്കുക. അന്നത്തെ KSF ആണ് ഇപ്പോൾ ഉള്ളത് എന്ന് വിചാരിക്കുക. എന്തായിരിക്കും കേരളത്തിൻ്റെ സ്ഥിതി? ഒരു ഭരണത്തെ തന്നെ അട്ടിമറിക്കാൻ സാധിച്ച ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം നമ്മുടെ ഈ കേരളത്തിലുണ്ടായി. അത് ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് അഹങ്കരിച്ചിരുന്നു. ആ പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ വിദ്യാർത്ഥി രംഗത്ത് നിന്ന് നിഷ്പ്രഭമാക്കിയത്. A. വിജയരാഘവൻ വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്തു. ഒന്നാം EMS ഗവൺമെന്റിന് വിമോചന സമരം എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിലോമ കൂട്ടായ്മയിലൂടെയാണ് അട്ടിമറിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം. ആ വിമോചന സമരം നടത്താൻ വലതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് വിദ്യാർത്ഥികളായിരുന്നു. വിദ്യാർത്ഥികളെ ഉപയോഗിച്ചാണ് ആ വിമോചന സമരം നടത്തിയത്. ഇന്ന് ഈ കേരളത്തിൽ ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, ഒരു വിമോചന സമരം നടത്താൻ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് വിമോചന സമരം നടത്താൻ കേരളത്തിലെ വലതുപക്ഷത്തിന് കഴിയില്ല എന്നതിൻ്റെ ഉറപ്പാണ് SFI എന്ന് പറയുന്ന സംഘടന. പൂർവ്വകാല നേതാക്കളായ സുരേഷ് കുറുപ്പ്, P. ശശി, മന്ത്രി V. ശിവൻകുട്ടി, ജെയിംസ് മാത്യു, A. പ്രദീപ് കുമാർ, പുത്തലത്ത് ദിനേശൻ, PK ബിജു, TV രാജേഷ്, KV സുമേഷ്, M. സ്വരാജ്, TP ബിനീഷ്, VA വിനീഷ്, ഷിജു ഖാൻ, സച്ചിൻ ദേവ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ചടങ്ങിൽ SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അധ്യക്ഷയായി. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ സ്വാഗതം പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.